താന്തോന്നിയും പെണ്ണും ഭാഗം 13. ശാന്തി, നിനക്കെന്താ നാവില്ലേ ചോദിച്ചതിന് മറുപടി പറയാൻ? മഹി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ശാന്തിയുടെ അടുത്തേക്ക് ചെന്ന് അത്യധികം ദേഷ്യത്തോടെ ചോദിച്ചു. എന്താ ഏട്ടൻ അറിയേണ്ടത്? ഞാൻ തന്നെയാണോ ഇത് ചെയ്തതെന്നല്ലേ? എന്നാ കേട്ടോ, ഞാൻ തന്നെയാണ് ഇത് ചെയ്തത്. ഈ നാശം പിടിച്ചതിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി. ഇവളെ എനിക്കിഷ്ടമല്ല. ഇവിടേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നതും തൊട്ടി കണ്ടുകൂടാ എനിക്കിവളെ. പാറുവിനെ നോക്കിയവർ ഉള്ളിൽ പക നിറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും ദേവനൊഴികെ എല്ലാവരും ഞെട്ടി. നിനക്ക് ഇതിനും വേണ്ടി ദേഷ്യം തോന്നാൻ ഈ കുട്ടി നിന്നോട് എന്തു ചെയ്തു? മഹിയുടെ ശബ്ദം പിന്നെയും ഉയർന്നു. ദേഷ്യം? എനിക്കിഷ്ടമല്ല ഇവളെ, അത്ര തന്നെ. പറഞ്ഞവർ മുഖം തിരിച്ച് റൂമിലേക്ക് കയറിപ്പോയി. ദേവൻ അവരെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു. അവരിൽ എന്തോ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരു കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒരംശം മാത്രമാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ട് പോയത്. മനസ്സിലോർത്തവൻ പാറുവിനെ നോക്കി. നിറഞ്ഞ കണ്ണുകളോടെ എല്ലാവരെയും നോക്കി നിൽക്കുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. ഏട്ടത്തി, ഞങ്ങൾ ഇറങ്ങുക. ദേവൻ സോഫയിലിരിക്കുന്ന നിത്യയോട് വന്ന് പറഞ്ഞുകൊണ്ട് അടുത്തു നിൽക്കുന്ന പാറുവിനെ നോക്കി. നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ നിലത്ത് വച്ചിരുന്ന ചെറിയ ബാഗ് കയ്യിലേക്ക് എടുത്ത് പിടിച്ചു. മോനെ ദേവാ, നീ എങ്ങോട്ട് പോകുക മോനെ? ലക്ഷ്മിയമ്മ പാറുവിനെ ഒന്ന് നോക്കി ശേഷം ദേവനടുത്തേക്ക് ചെന്ന് ചോദിച്ചു. ഞാൻ എവിടെ പോയാൽ നിങ്ങൾക്കെന്താ? താന്തോന്നിയും തെമ്മാടിയുമൊക്കെ ഈ തറവാട്ടിൽ നിന്ന് പോകുന്നതാ നല്ലത്. അതുകൊണ്ട് ഞാൻ ഇറങ്ങുക. പിന്നെ ദാ ഇതിനെയും കൂടെ കൊണ്ടുപോകുക. എന്തായാലും കെട്ടിയ പെണ്ണിനെ വിട്ടുകളയാനൊന്നും ദേവന് പറ്റില്ല. ഇനി ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും ഇവൾ എൻ്റെ കൂടെ ജീവിക്കും. അമ്മയുടെ മനസ്സറിഞ്ഞതുപോലെയുള്ള ദേവന്റെ സംസാരം മഹിയിൽ ഒരു ചിരി പടർത്തി. ദേവന്റെ മറുപടി ഇഷ്ടപ്പെടാതെ ലക്ഷ്മിയമ്മ മുഖം കോട്ടിത്തിരിച്ചു. എന്നാൽ പാറുവിന് അവൻ പറഞ്ഞത് കേട്ട് സന്തോഷം കൊണ്ട് കണ്ണുകൾ പോലും ഒരു വേള നിറഞ്ഞുപോയി. എന്നെ പാതിവഴിയിൽ ഉപേക്ഷിക്കില്ലല്ലോ, കൂടെ കൂട്ടുമെന്ന് അല്ലേ പറഞ്ഞത്? സന്തോഷം കൊണ്ട് അവൾക്ക് ചിരിയും കരച്ചിലും ഒക്കെ വന്നു. ജോലിയും കൂലിയുമില്ലാതെ നീ എങ്ങനെ ജീവിക്കും ദേവ ഈ പെണ്ണിനെയും കൊണ്ട്? നീ വിചാരിക്കുന്നത് പോലെ 4 പേരോട് തല്ലുണ്ടാക്കിയാലൊന്നും അരി വാങ്ങാനുള്ള കാശ് കിട്ടില്ല. പിന്നെ വല്ല വാടക ഗുണ്ടയായിട്ടെങ്ങാനും പോയാൽ കിട്ടും വല്ല നക്കാപ്പിച്ചയും. ഹരി പറഞ്ഞ വാക്കുകൾ കേട്ട പാറുവിൻ്റെ ഉള്ളിൽ ഒരു പേടിയും സംശയവും ഒക്കെ നിറഞ്ഞു. അതേ മുഖത്തോടെ അവൾ ദേവനെ നോക്കിയതും അവളെ കൂർപ്പിച്ചു നോക്കിയവൻ ഹരിയെ നോക്കി പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് തോളിൽ കൂടി കൈയിട്ട് മുറുക്കി. എടാ കരിനാരായണ, 2 മാസം കൂടി കഴിഞ്ഞാൽ നിന്റെ കുഞ്ഞിങ് വരും. വെറുതെ എന്നെ കൊണ്ട് അതിന് തന്തയില്ലാതാക്കിക്കണോ? ചേട്ടന്റെ ചെവിയിലായി ദേവ രഹസ്യം പോലെ പറഞ്ഞതും അവൻ പേടിയോടെ ഒന്ന് ചിരിച്ചു. അല്ല, നിന്റെ ആ വിശ്വസ്തൻ എന്തു പറയുന്നു? സുഖമല്ലേ അയാൾക്ക്? ദേവ ഹരിയോടായി കളിയാക്കി ചോദിച്ചതും ഹരിയുടെ തല താണു. എടാ, എനിക്കാണ് തെറ്റുപറ്റിയത്. ഞാൻ അയാളെ വിശ്വസിച്ചു. നീ പറഞ്ഞതിന് ശേഷം അയാളെ ഞാൻ നിരീക്ഷിക്കാൻ തുടങ്ങി. എനിക്കയാളെ മനസ്സിലായി ദേവ. അയാളെ ഞാൻ പിരിച്ചുവിട്ടു. നീയായിരുന്നു ശരി. ഹരി പറഞ്ഞു തീർന്നതും ദേവ അവന്റെ തോളിൽ തട്ടി പുറത്തേക്കിറങ്ങി. എടാ, വല്ലതും കഴിച്ചിട്ട് പോകാം. ലക്ഷ്മിയമ്മ പിന്നാലെ പുറത്തേക്കിറങ്ങി. ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത്. ദേവ കാറിലേക്ക് കയറി. പാറുവേ, നിന്റെ കെട്ടിയോൻ എങ്ങനെ, റൊമാൻറ്റിക് ആണോ? നിത്യ വയറിന്മേൽ കൈവച്ചു നിന്ന് പാറുവിനെ കളിയാക്കി ചോദിച്ചു. റൊമാൻറ്റിക്കോ? ആര്? ആ ചിരിക്കുക പോലും ചെയ്യാത്ത മനുഷ്യനോ? ചേച്ചിക്ക് വേറെ ജോലിയില്ലേ? പാറുവിൻ്റെ മുഖത്തൊരു കപടദേഷ്യം പ്രകടമായി. എന്തായാലും ഇനി മുതൽ രണ്ടാളും ഒറ്റയ്ക്കല്ലേ, കാണാം. വീണ്ടും നിത്യ പാറുവിനെ കളിയാക്കി പറഞ്ഞതും എവിടെ നിന്നോ ഇരച്ചു കയറിയ നാണത്തെ മറയ്ക്കാൻ അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. ദേവ അവൾക്കായി ഡോർ തുറന്നു കൊടുത്തതും എല്ലാവരെയും നോക്കി അവൾ അകത്തേക്ക് കയറി. ആ നിമിഷം തന്നെ ദേവന്റെ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പാഞ്ഞു. അല്ല മഹിയേട്ടാ, അവൻ ഓടിച്ച കാർ ഇതിനു മുൻപ് കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ അതും വാങ്ങിക്കൊടുത്തോ? ദേവന്റെ കാർ ശ്രദ്ധിച്ചു നിന്ന ലക്ഷ്മിയമ്മ സംശയത്തോടെ ഭർത്താവിനെ നോക്കി.
നീ അറിയാതെ ഞാൻ എന്തേലും ചെയ്തിട്ടുണ്ടോ ലക്ഷ്മി? അത് മക്കൾക്കായാലും പുറത്തുള്ളവർക്കായാലും എന്തും നിന്നോട് പറയുന്നതല്ലേ ഞാൻ. അദ്ദേഹം അകത്തേക്ക് കയറിയതും നിത്യയും ഹരിയുമൊക്കെ കാറിൻ്റെ കാര്യം ചിന്തിക്കാൻ തുടങ്ങി. അതെ, ദേവേട്ടന് ശരിക്കും എന്താ ജോലി? യാത്രാമധ്യേ പാറു ദേവനോട് തിരക്കി. ഗ്ലാസ് താഴ്ത്തിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല കാറ്റകത്തേക്ക് അടിച്ചു കയറുന്നുണ്ട്. എനിക്കങ്ങനെ പല ജോലിയുമുണ്ട്. അല്ല, ഇതൊക്കെ നിനക്ക് അറിഞ്ഞിട്ട് ഇപ്പോൾ എന്തിനാ? ദേവൻ അവളെ കണ്ണുകൾ ചുരുക്കി നോക്കി. അല്ല, ഇനി ഹരിചേട്ടൻ പറഞ്ഞതുപോലെ വല്ല ഗുണ്ടാപ്പണിയെങ്ങാനും ആണോ എന്ന്? ചോദ്യം പകുതിയിൽ നിർത്തിയവൾ അവനെ നോക്കി. ഓഹോ, അങ്ങനെ. എന്തേ, നിനക്ക് വല്ല പ്രശ്നവുമുണ്ടോ? ഞാൻ ഗുണ്ടാപ്പണിക്ക് പോയിട്ടായാലും ജീവിക്കുന്നുണ്ടല്ലോ, അത് നോക്കിയാൽ പോരെ? എനിക്കതിൻ്റെ പങ്ക് വേണ്ട. പച്ചവെള്ളം കുടിച്ച് കിടന്നാലും വേണ്ടില്ല. ഒരാളെ ദ്രോഹിച്ചു കൊണ്ടുവരുന്നതോ കട്ടുകൊണ്ടുവരുന്നതിൻ്റെയോ പങ്ക് എനിക്ക് വേണ്ട. അത് ഒരു കാലത്ത് നിലനിന്ന് പോകില്ല ദേവേട്ട. ദേവേട്ടനൊരു കൂലിപ്പണി ചെയ്ത് ജീവിച്ചാലും എനിക്ക് അഭിമാനമേ തോന്നും. പാപം ചെയ്ത് തിന്നുന്നതിനേക്കാൾ നല്ലത് പട്ടിണി കിടന്ന് മരിക്കുന്നതാ. പക്വതയോടെ പറയുന്നവളെ നോക്കിയിരുന്നു പോയവൻ പിന്നെ ഒരു ചെറു പുഞ്ചിരിയോടെ ഡ്രൈവ് ചെയ്തു. ഇരുന്ന് സ്വപ്നം കാണാതെ ഇറങ്ങടി. ഏതോ ഒരു വലിയ മാളിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ ദേവൻ വണ്ടി പാർക്ക് ചെയ്തത് കണ്ടവൾ അവന് പിന്നാലെ പുറത്തേക്കിറങ്ങി. ദേവേട്ടാ, ഇത് ലൂലു മാളല്ലേ? ഇവിടെ എന്തിനാ വന്നത്? ചാവിയം കറക്കി മുന്നേ നടക്കുന്നവൻ്റെ പിന്നാലെ വേഗത്തിൽ നടന്നവൾ ചോദിച്ചതും നടത്തം നിർത്തി ദേവ അവളെ തിരിഞ്ഞു നോക്കി. എനിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുക, നീ ജന്മന ഇങ്ങനെ മന്ദബുദ്ധിയാണോ? അവളെ മൊത്തത്തിലൊന്ന് നോക്കിയവൻ ഏണിന് കൈകൊടുത്ത് നിന്ന് ചോദിച്ചു. അതെന്താ ദേവേട്ടൻ അങ്ങനെ ചോദിച്ചത്? പാറുവിൻ്റെ മുഖം പരിഭവം കൊണ്ട് ചെറുതായി വീർത്തു. ഈ ഷോപ്പിംഗ് മാളിൽ എന്തിനാ വന്നതെന്ന് ഏത് പൊടിക്കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും പറയും. അത്ര പോലും ബുദ്ധിയില്ലല്ലോ നിനക്ക്. നിന്ന് സമയം കളയാതെ ഇങ്ങോട്ട് വാ. പറഞ്ഞുകൊണ്ട് ദേവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. വിട്ടുമാറാൻ തുടങ്ങിയവളെ കയ്യിൽ ചേർത്ത് പിടിച്ചു നടന്നവൻ. നടക്കാൻ സാധ്യതയില്ലാത്തൊരു സ്വപ്നം കാണുന്നത് പോലെ പാറു അവൻ്റെ കൂടെ മാളിലേക്ക് കയറി. അകത്തേക്ക് കയറിയതും ചുറ്റും കൗതുകത്തോടെ നോക്കാൻ തുടങ്ങിയവൾ. അയ്യോ, എനിക്ക് പേടിയാ ദേവേട്ടാ. എസ്കലേറ്ററിന് മുന്നിൽ നിന്നവൾ പേടിയോടെ ദേവനെ നോക്കി പറഞ്ഞതും അതിനു മുൻപേ അവളെയും കൊണ്ടവൻ അതിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. പാറു ദേവനെയും പിന്നെ ചുറ്റുമൊക്കെ നോക്കാൻ തുടങ്ങി. ദാ, വേണ്ടുന്നതൊക്കെ നോക്കിയെടുക്ക്. അവളെയും കൊണ്ടൊരു ലേഡീസ് ഡ്രസ് ഷോപ്പിലേക്ക് കയറിയവൻ പറഞ്ഞു. അവൾ അവിടെ കണ്ടൊരു ടോപ്പ് എടുത്തു. അവൾക്കത് നല്ലപോലെ ഇഷ്ടമായി. എന്നാൽ ഡ്രസ്സിൻ്റെ വില കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. എടുത്തത് അതേപോലെ തിരിച്ചു വച്ചവൾ ദേവനെ നോക്കി. ഫോണിൽ നോക്കി നിൽപ്പുണ്ട്. ദേവേട്ടാ, എന്താ? ഇവിടെ ഡ്രസ്സിനൊക്കെ ഭയങ്കര പൈസ. പാറു അവനോട് പറഞ്ഞതും ഒന്നും മിണ്ടാതെ അവളെ നോക്കി നിന്നവൻ. ശേഷം അവൻ്റെ കണ്ണിൽപ്പെട്ട കുറെ ടോപ്പുകളും മറ്റും എടുത്ത് ബില്ലടിക്കാൻ കൊടുത്തു. പാറു അവനെ അന്തം വിട്ട് നോക്കി നിന്നു. എടുത്തതിൽ പകുതിയും മോഡേൺ ഡ്രസ്സാണ്. നിന്നോട് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞാൽ എടുക്കണം, അല്ലാതെ അതിൻ്റെ വിലയും നോക്കി നിൽക്കുകയല്ല വേണ്ടത്. എല്ലാം പാക്ക് ചെയ്ത് വാങ്ങിയ കവർ അവളുടെ കയ്യിലേക്ക് കൊടുത്ത് കുറച്ച് ദേഷ്യത്തിൽ അവളോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്നവൻ പിന്നാലെ വാടിയ മുഖത്തോടെ പാറുവും നടന്നു. ടോയ്സ് ഒക്കെ ഇരിക്കുന്നിടത്ത് ചെന്നവൾ അതൊക്കെ കുറേ നേരം നോക്കി നിന്ന് ആസ്വദിച്ചു. ഹോ, എന്ത് ഭംഗിയാ ഇതൊക്കെ കാണാൻ. ചുണ്ടിൻ കീഴിൽ പതിയെ പറഞ്ഞവൾ ദേവനെ നോക്കിയതും അവൻ നിന്നിടം ശൂന്യം. തുടരും. കഥയുടെ പുതിയ ഭാഗം നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.